1446 റബീഉൽ അവൽ മാസം പിറന്നിരിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സഹാബത്ത് ഒന്നടങ്കം പൊട്ടിക്കരഞ്ഞ ഒരുപാട് ദയനീയമായ സംഭവ വികാസങ്ങൾ നടന്ന മാസമാണ് റബീഉൽ അവൽ. മാസങ്ങളുടെ പ്രത്യേകതകൾ അല്ലാഹുവും റസൂലും പറഞ്ഞത് നമുക്കറിയാം. ഒന്ന് മുഹറം, അള്ളാന്റെ മാസം. 9 10 കൊണ്ടതിൽ നോമ്പ്. ഫർള് കഴിഞ്ഞാൽ, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന നോമ്പ് മുഹറത്തിലാണ്. അള്ളാന്റെ മാസം. യുദ്ധം ഹറാമാണ്. 2 ശഅബാൻ. 2 റജബ്, യുദ്ധം നിഷിദ്ധമായ മാസമാണ്. 3 ശഅബാൻ, റമളാൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസങ്ങൾ. 4 റമളാൻ, പറയേണ്ടതില്ല. 5 ശവ്വാൽ, പെരുന്നാളുണ്ട്, 6 നോമ്പുണ്ട്. 6 ദുൽഖഅദ, യുദ്ധം നിഷിദ്ധമായ മാസമാണ്. ഹജ്ജിന് വേണ്ടി ഒഴിച്ചിട്ട 3 മാസങ്ങളിൽ ഒന്നാമത്തതാണ്. 7 ദുൽഹിജ്ജ, പെരുന്നാളുണ്ട്, ഹജ്ജുണ്ട്. 1 മുതൽ 9 വരെ ദിവസങ്ങളിൽ നോമ്പ് സുന്നത്തുണ്ട്. ഈ 7 മാസങ്ങളുടെ കാര്യം അല്ലാഹുവും റസൂലും പറഞ്ഞിട്ടുണ്ട്. മുഹറം, റജബ്, ശഅബാന്, റമളാന്, ശവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ. അപ്പോ ഈ മാസങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ റബീഉൽ അവൽ മാസത്തിൽ നമ്മൾ എന്താ ചെയ്യാ? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചരുളിയ നബിമാര്, ആ നബിമാരിൽ കുറെ കണക്ക് പറയുന്നുണ്ട്. റസൂലുമാര് 313 ആൾക്കാർ. ആ 313 ആളിൽ 5 ആളുകൾ ഉലുൽ അസ്മ്, മനക്കരുത്തുള്ള നബിമാരെന്ന് പറയും. നൂഹ് അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ അന്തിമ പ്രവാചകൻ അഷ്റഫുൽ ബശർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ 5 കാറ്റഗറിയാണുള്ളത്. പിന്നെയാണ് സിദ്ദീഖുമാരും ശുഹദാവും സ്വാലിഹികളും ഉള്ളത്. നമ്മളെവിടെയാണ്? നമ്മുടെ സ്ഥാനം ഏതാണ്? നമുക്കെന്താണുള്ളത്? നമ്മുടെ പേരെവിടെയാണുള്ളത്? നമ്മുടെ പദവി എന്താണുള്ളത്? നമുക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ എന്ത് സ്ഥാനമാണ് ഉണ്ടാവുക എന്ന് ആലോചിക്കുക. ലോകത്തേതൊരാൾക്കും അത്യുന്നതമാകാൻ, അല്ലാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളാകാൻ അവസരമുണ്ട്, സ്ഥാനമാനങ്ങളൊന്നുമില്ലാതെ തന്നെ. അത് തഖ്വ കൊണ്ടാണ്. തഖ്വക്കനുസരിച്ചുള്ള വാക്കും പ്രവൃത്തിയും കൊണ്ടാണ്. തഖ്വക്കനുസരിച്ചുള്ള അമലും ഇബാദത്തും കൊണ്ടാണ്. അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാകണം. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഏതാണ്? അതിനെക്കുറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ സൂറത്തു മറിയം വായിക്കാറുണ്ടോ? ഓതാറുണ്ട്, വായിക്കാറുണ്ടോ? അതിൽ പ്രത്യേകമായ 2 ജനനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വദുകുൽ ഫിൽ കിതാബി എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. അതിൽ ഒന്നാമത്തേത് യഹ്യ അലൈഹിസ്സലാമിന്റെ ജനനമാണ്. സക്കരിയ അലൈഹിസ്സലാമിന് അല്ലാഹു പ്രത്യേകമായി നൽകുന്ന സമ്മാനമാണ് യഹ്യ അലൈഹിസ്സലാം. ആ പേര് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. എന്നിട്ട് പറയുന്നു വസ്സലാമു അലൈഹി യൗമ ഉലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യ. അദ്ദേഹം ജനിച്ച ദിവസം, മരിക്കുന്ന ദിവസം, രണ്ടാമത് അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം, സമാധാനം,
അപ്പൊ യഹ്യാ നബിന്റെ ജന്മദിനം മൗലിദ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. 2 ഈസാ അലൈഹിസ്സലാം, അതും സൂറത്ത് മറിയമിൽ തന്നെ, വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ. ഞാൻ ജനിച്ച ദിവസം, ഞാൻ നബിയായ ദിവസം, മരിച്ച ദിവസം, നബിയായ ദിവസം, ഞാൻ മരിക്കുന്ന ദിവസം, ഞാൻ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം. ജനിച്ച ദിവസം, മരിക്കുന്ന ദിവസം, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം. സമാധാനം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനമല്ല, അത് ഒരു പ്രത്യേകമായ സൃഷ്ടിപ്പാണ്. നിങ്ങൾക്കറിയാം, ബാപ്പയില്ലാതെ ആദം നബി അലൈഹിസ്സലാമിനെ പോലെ. അപ്പോ ഈ ജനനങ്ങളൊക്കെ ഉണ്ട്. ഈ ജന്മദിനത്തെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞു. അത് ലോകമെമ്പാടുമുള്ള നസ്വാറ ആഘോഷിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ മദീനയിൽ വരുമ്പോ അവിടെയുള്ള ക്രൈസ്തവരായ അറബികൾ ഈസാ അലൈഹിസ്സലാമിന്റെ നബിദിനം ആഘോഷിക്കുന്നത് കാണുന്നുണ്ട്. നഹ്നു അഹഖു ബി ഈസാ, ഞങ്ങളാണ് ഈസാ നബിയോട് അടുത്തവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പ്രധാനപ്പെട്ട നബിദിനാഘോഷം ക്രൈസ്തവർ ചെയ്തത് ആഘോഷിച്ചില്ല. മുഹറം 10 നോമ്പ് നോൽക്കുന്നത് കണ്ടപ്പോ, അത് മനസ്സിലാക്കിയപ്പോ വഹി അനുസരിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, എല്ലാവരും നോമ്പ് നോൽക്കണം. ഇന്നും അത് തുടരുന്നുണ്ട്. അതാരാ ചെയ്തത്? ജൂതന്മാർ ചെയ്തതാണ്. ജൂതന്മാർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. പക്ഷേ അത് ഉള്ള കാര്യമാണ്. മൂസാ നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടത് ഉള്ള കാര്യമാണ്. ഈസാ നബി ജനിച്ചതും ഉള്ള കാര്യമാണ്. പക്ഷേ ആ ജന്മം അത്ഭുതമാണ്. പക്ഷേ അതിന്റെ പേരിൽ ഒരു ആഘോഷം ഇല്ല, ശാപ്പാട് ഇല്ല, കുലാവി ഇല്ല, പ്രകടനമില്ല, മുദ്രാവാക്യമില്ല. അത് നടത്തുന്ന ആളുകളുടെ പേര് നസ്വാറ എന്നാണ്. അപ്പോൾ പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. അതൊരു സാധാരണ ജനനമാണോ? അല്ല. മാതാപിതാക്കൾക്ക് ജനിച്ചതാണ്. പക്ഷേ നമുക്കതൊരു സാധാരണ കാര്യമാണോ? അല്ല. എന്താ? റസൂലുള്ളാഹി തന്റെ ജന്മദിനത്തെ കുറിച്ച് പറഞ്ഞു. അതതിന്റെ പ്രത്യേകത. ഞാൻ ഞാൻ ജനിച്ച ദിവസമാണ് എന്ന് റസൂലുള്ളാഹി താൻ ജനിച്ചതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ നബിയായ ദിവസമാണ്. എനിക്ക് ഖുർആൻ കിട്ടിയ ദിവസമാണ്. സഹീഹ് മുസ്ലിമിലെ 1162 ഹദീസ്. അപ്പോ ഖുർആനിൽ യഹ്യാ നബിയുടെയും ഈസാ നബിയുടെയും ജന്മദിനത്തെ കുറിച്ച് അള്ളാഹു അരുളി. പിന്നെ ആദമിന്റെ സൃഷ്ടിപ്പിനെ പറ്റി അരുളി. അങ്ങനെ മനുഷ്യനെ പടച്ചു, ആദമിനെ പടച്ചു, ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു. ഇവിടെ ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നു, ഞാൻ ജനിച്ച ദിവസമാണത്. അതേതാ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച നോമ്പെടുക്കുന്നു. സഹാബത്ത് ചോദിക്കുകയാണ്, നബിയെ എന്താ നിങ്ങൾ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞതാണ് ഈ കാര്യം, ഞാൻ ജനിച്ച ദിവസമാണ്. എന്നാ ജനിച്ചത്? തിങ്കളാഴ്ച. അതെന്നായിരുന്നു? ഇന്നലെ വ്യാഴം, മിനിഞ്ഞാന്ന് ബുധൻ, 4-ാം നാൾ ചൊവ്വ, 5-ാം നാൾ തിങ്കൾ. ഇനി എന്നാ? നാളെ ശനി, മറ്റന്നാൾ ഞായർ, 4-ാം നാൾ തിങ്കൾ. പിന്നെയോ ഒരാഴ്ച കഴിഞ്ഞാൽ തിങ്കൾ. പിന്നെയോ ഒരാഴ്ച കഴിഞ്ഞാൽ തിങ്കൾ. അപ്പൊ എത്ര തിങ്കളുണ്ട്? 53. 1446 എന്നത് ഹിജറയാണ്. അതിന്റെ 53 കൊല്ലം മുമ്പ്, 1499 കൊല്ലം മുമ്പ് റസൂലുള്ളാഹി ജനിച്ചിട്ടുണ്ട്. അന്ന് മുതലുള്ള തിങ്കളാഴ്ച റസൂലുള്ളാഹി 40-ാം വയസ്സ് വരെയും മറ്റൊന്നും ആ നോമ്പ് നോറ്റിട്ടില്ല. വഹയിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നുബുവത്തിന് ശേഷമാണ് തിങ്കളാഴ്ച നോമ്പെടുക്കാൻ തുടങ്ങുന്നത്. അപ്പോ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റിയല്ല. കാരണം റസൂലുള്ളാഹി ജനിച്ച് റസൂലുള്ളാഹി നബിയായി അന്ന് മുതൽ ഒരു 1400 ചില്ലറ 1500ഓളം കൊല്ലമായി
തിങ്കളാഴ്ച നോമ്പെടുക്കുന്നു. ഇത് കേട്ട ശേഷം സഹാബത്ത് നോമ്പെടുക്കുന്നു. പിന്നെ ലോകത്തുള്ള സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാര്, മാതാപിതാക്കള്, മക്കള്, കൂട്ടുകുടുംബാദികളൊക്കെ കഴിവനുസരിച്ച് നോമ്പെടുക്കുന്നു. കൊടും ചൂടിലും കൊടും തണുപ്പിലുമാണ് മക്കത്തുള്ള ആളുകൾ നോമ്പെടുക്കാറുള്ളത്. നമുക്കാണെങ്കിൽ അത്ര ചൂടൊന്നുമില്ല, അത്ര തണുപ്പുമില്ല. അപ്പോ ഈ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന്റെ പേരിലുള്ള ആഘോഷമല്ല, ആചാരമാണ്. ആഘോഷം കുലാവിയും പായസവും പ്രകടനവും മുദ്രാവാക്യവും ലഡുവും ജിലേബിയൊക്കെയാണ്. ഇത് പട്ടിണി കിടക്കലാണ്, നോമ്പ് നോൽക്കലാണ്. അള്ളാഹുവിന് വേണ്ടി സുബഹി മുതൽ മഗ്രിബ് വരെ ഒന്നും കഴിക്കാതെ. ഇതാണ് റസൂലുള്ള പഠിപ്പിച്ച ജന്മദിനം. സഹാബത്ത് ചെയ്തത്, താബികളും താബികളും എല്ലാം ചെയ്തത്. ഇതാണ് നമ്മുടെ സുന്നത്ത്, നമുക്കുള്ള സുന്നത്ത്. ഇത് നബിയോടുള്ള സ്നേഹമാണ്, ബഹുമാനമാണ്, ആദരവാണ്, അല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സ്നേഹിക്കാം, ബഹുമാനിക്കാം, ആദരിക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണോ? അല്ല, അങ്ങനെ ആർക്കും പറയാൻ പാടില്ല. പക്ഷെ മനുഷ്യനാണോ? ആണ്. ഇന്ന് നിങ്ങൾ എന്താ ഓതിയത്? സൂറത്തുൽ ഗഫൂർ അവസാനത്തെ ആയത്ത് എന്താ? ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും. പറയോ, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യൻ തന്നെയാണ്. നമ്മളെപ്പോലെ എന്ന് പറഞ്ഞാല് തെറ്റുകൾ ചെയ്യുന്നു, മടി കാണിക്കുന്നു, അലസത കാണിക്കുന്നു, അങ്ങനെയാണോ? അല്ല. അല്ലാഹു ശരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനാ അഅലമുക്കും വഅത്ഖാകും ബില്ലാഹ്. ഞാനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആലിമ്, ഏറ്റവും വലിയ തഖ്വയുള്ള ആള്. അഖ്ശാക്കും, നിങ്ങൾ ഏറ്റവും ഭയഭക്തിയുള്ള ആള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും ഒരുപാട് മണിക്കൂറുകൾ തഹജ്ജുദ് നിസ്കരിക്കുന്നു, എല്ലാ സുന്നത്ത് നോമ്പും എടുക്കുന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി നിർബന്ധമാക്കപ്പെട്ടതാണ് തഹജ്ജുദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി അനുവദിക്കപ്പെട്ട ഒരു ഡബിൾ നോമ്പുണ്ട്. അതെന്താ? മഗ്രിബിന് നോമ്പ് മുറിക്കൂല, പച്ചവെള്ളം കുടിക്കൂല, ഈത്തപ്പഴം കഴിക്കൂല, എന്നിട്ട് അത്താഴവും കഴിക്കൂല. അടുത്ത ദിവസവും നോമ്പ്. അപ്പൊ എത്ര മണിക്കൂറായി? പകല് 12 മണിക്കൂർ, പിന്നെ രാത്രി 12 മണിക്കൂർ, പിറ്റേന്നും 12 മണിക്കൂർ, 36 മണിക്കൂർ നീണ്ട നോമ്പ്. അതിനെന്താ പേര്? വിസ്വാല്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവദിച്ചു, റസൂൽ അത് അനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഫർളുകളും പഠിപ്പിച്ചത് അവിടുന്നാണ്, എല്ലാ സുന്നത്തുകളും ചെയ്തത് അവിടുന്നാണ്. 11 ഭാര്യമാര്, അവരെയെല്ലാം സംരക്ഷിച്ചു. മക്കള്, മരുമക്കള്, പേരമക്കള്, ഇളച്ചന്മാര്, ഇളച്ചിമാര്, മുത്തച്ഛന്മാര്, മുത്തച്ഛിമാര്, അമ്മോശന്മാർ, അമ്മായിമ്മകള്, അവരെല്ലാവരെയും ബഹുമാനിച്ച്, ആദരിച്ച്, സ്നേഹിച്ച്, പരിപാലിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളൊക്കെ, ആൺമക്കളൊക്കെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അതിൻ്റെ കഠിനമായ വ്യഥകള്, വേദനകള്, വ്യസനങ്ങള് എല്ലാം അവിടുന്ന് അനുഭവിച്ചു. 177 പോരാട്ടങ്ങൾ, അതിൽ 27 യുദ്ധങ്ങൾ റസൂലുള്ളാഹി നേരിട്ട് നയിച്ചു. ഉഹദ് യുദ്ധത്തിൽ മാത്രം 9 പരിക്കുകൾ പറ്റി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുമിത്രാദികൾ പലരും ഒരു വർഷത്തിൽ ഒന്നാകെ മരിച്ചുപോയി. അവിടുത്തെ സഹാബിമാരെ പലരെയും കൊല്ലുന്നത്, തല്ലുന്നത്, കല്ലെറിയുന്നത്, കഷ്ടപ്പെടുത്തുന്നത് റസൂലുള്ളാഹി കൺമുമ്പിൽ വെച്ച് കണ്ടു. ഒന്നും ചെയ്യാനാകാതെ എത്രയാണ് അവിടുന്ന് വിഷമിച്ചത്. ഒരു ജൂത സ്ത്രീ സൽക്കാരത്തിന് വിളിച്ചു, വിഷം പുരട്ടി മാംസത്തിൽ, അറിഞ്ഞില്ല. ആ റസൂലുള്ളാഹിക്ക് അല്പമെന്ന് കഴിച്ചപ്പോഴാണ് വഹി വന്നത്. വിഷബാധയേറ്റു ഖൈബറിന്റെ ദിവസം. അത് കഴിഞ്ഞ് 4ാമത്തെ വർഷത്തിലാണ് റസൂലുള്ളാഹി വഫാത്താകുന്നത്. തലവേദന വന്ന്, പനി വന്ന്, കഠിനമായ വേദന വന്ന്, തലയോട്ടിയുടെ ചോദ്യങ്ങൾ, കുരുട്ട് ചോദ്യങ്ങൾ, ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് അക്ഷോഭ്യനായി, ദേഷ്യം പിടിക്കാതെ, പല്ലെറുമാതെ, ശപിക്കാതെ, പഴിക്കാതെ, പുറുപുറുക്കാതെ, മുറുമുറുക്കാതെ, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദാസൻ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട റസൂല്. പക്ഷേ കഷ്ടപ്പാടുകളുടെ മേൽ കഷ്ടപ്പാട്. 2-3 മാസം തീപൂട്ടാത്ത ദിവസങ്ങൾ, 2-3 മാസം തീപൂട്ടാത്ത ദിവസങ്ങൾ. ഫാസ്റ്റ് ഫുഡിന് പോയതല്ല, ഹോട്ടലിൽ പോയതല്ല, പിന്നെ ഇല്ല, പൈസയില്ല,
അരിയില്ല. പിന്നെ എന്ത് തിന്നു? അൽ അസ്വദാനി, പച്ചവെള്ളവും ഈത്തപ്പഴവും. റസൂലേ എത്രമാത്രം സഹിച്ചു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കഠിനമായ പരീക്ഷണങ്ങൾ നൽകാതെ മരിപ്പിക്കണേ റബ്ബേ. നമുക്കത് സഹിക്കാൻ കഴിയുമോ? നമുക്കങ്ങനെയെല്ലാം വിഷമിക്കാൻ കഴിയുമോ? അങ്ങനെ വിഷമിച്ച് ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂല് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ആരും മുഅ്മിനാവില്ല, ഹത്താ അകുന അഹബ്ബ ഇലൈഹി, ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട ആളാകാതെ, മിൻ വാലിദിഹി, മാതാപിതാക്കളെക്കാൾ, വവലദിഹി, മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, ലോകരെക്കാൾ. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ നബിയുടെ സുന്നത്ത് വേണോ, ബാപ്പ വേണോ, ഉമ്മ വേണോ? നമ്മൾ പറയും റസൂല് മതി. ഭാര്യ വേണോ, ഭർത്താവ് വേണോ, അതോ നബി വേണോ? നമ്മൾ പറയും നബിന്റെ ചര്യ മതി. മക്കള് വേണോ, നബിചര്യ വേണോ? നബിചര്യ മതി എന്ന് പറയും. അതാണ് മുഅ്മിൻ. അല്ലാതെ മുഅ്മിൻ ആവില്ല എന്ന് റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബുനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടോ? എങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റണം, റസൂലിനെ പിൻപറ്റണമെന്ന് പറയാൻ അല്ലാഹു സൂറത്തു ആല ഇമ്രാനിലെ 31-ാമത്തെ ആയത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. സത്യം മനസ്സിലായ ശേഷം റസൂലിനെതിരായി ആര് പ്രവർത്തിക്കുന്നുവോ, റസൂലിനെ അനുസരിക്കാതിരിക്കുന്നുവോ, നുവല്ലിഹി മാ തവല്ല, അവൻ എങ്ങോട്ട് പിന്തിരിഞ്ഞു പോകുന്നുവോ അങ്ങോട്ട് നാം അവനെ മടക്കും. വനുസ്ലിഹി ജഹന്നം, നാം അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. വസഅത് മസീറ, വസഅത് മസീറ, അതെത്ര ചിത്തയായ മടക്കസ്ഥാനമാണ്. നിസാ 100-ാമത്തെ ആയത്തിൽ അല്ലാഹു അരുളി. അതുകൊണ്ട് നമുക്ക് റസൂലിന് അനുസരണം പ്രഖ്യാപിക്കണം. ഖുർആനിൽ ഡസൻ കണക്കിന് സ്ഥലത്ത് അതീഉ, അനുസരിക്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം റസൂലിനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതീഉല്ലാഹ വറസൂൽ, അതീഉല്ലാഹ വറസൂലുഹു, വമൻ യുതിഇല്ലാഹ വറസൂൽ, വമൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുത്വഅ ബിഇദ്നില്ലാഹ്. റസൂലിനെ അനുസരിക്കണം. അള്ളാഹനെ മാത്രം അനുസരിച്ചുകൊണ്ട് ജീവിച്ച ഒരാളെ പേര് പറയൂ. ലോകത്ത് ആദം നബി മുതൽ ഇന്ന് വരെ ആരുമില്ല. നബിനെ അനുസരിക്കാതെ അള്ളാഹുവിനെ അനുസരിക്കാൻ കഴിയില്ല. കാരണം അള്ളാഹനെ നമ്മൾ നേരിട്ട് കാണുന്നില്ല. എങ്ങനെയാ കുനിയേണ്ടത് അറിയില്ല, എങ്ങനെയാ സുജൂദ്, എങ്ങനെയാ കൈകെട്ടല് ഒന്നും അറിയില്ല. റസൂലിന് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തു. ആ ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ, അള്ളാഹു ജിബ്രീലിന് പഠിപ്പിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിന് കാണിച്ചു കൊടുത്തു. അവിടുന്ന് നമ്മളോട് പറഞ്ഞു, മിമ്പർ ഉണ്ടാക്കാൻ പറഞ്ഞു. ഒരു തള്ളനോട്, മകനോട് പറ ഒരു മിമ്പർ ഉണ്ടാക്കാൻ. ആദ്യം മിമ്പർ ഉണ്ടാക്കിയപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ കയറി ചെയ്തത് എന്താണെന്നറിയോ? നിസ്കരിക്കലാണ്. മിമ്പർ എങ്ങട്ടാ? ജനങ്ങൾക്ക് നേരെയാണ്. മിഹ്റാബ് എങ്ങട്ടാ? നിസ്കരിക്കണ എങ്ങട്ടാ? അത് ഖിബലക്ക് നേരെയാണ്. പക്ഷെ മിമ്പർ കയറിയിട്ട് ആദ്യം നിസ്കരിച്ചു. പിഴച്ചതാ? അല്ല. മറന്നതാ? അല്ല. പിന്നെയോ നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ഇന്നമാ സനഅതു ഹദാ, ഞാനിത് ചെയ്തത് ലിതതമ്മൂ ബി, നിങ്ങൾ എന്നെ പിന്തുടരാനാണ്. വലിതഅല്ലമൂ സ്വലാത്തി, എൻ്റെ നിസ്കാരം നിങ്ങൾ പഠിക്കാനാണ്. ബുഖാരി 631-ാമത്തെ ഹദീസിൽ അരുളി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു നിങ്ങൾ കണ്ടുവോ, അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുവിൻ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. ഒരു വിഷയത്തിലും റസൂല് പറഞ്ഞ ഒരു കൊച്ചു വാക്കിനെ അത് ശരിയില്ല, അതൊന്നും ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അതൊന്നും ഈ കാലഘട്ടത്തിന് പറ്റിയതല്ല, അതൊന്നും ജോലിക്ക് പറ്റിയതല്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാ പറ്റില്ല, രാഷ്ട്രീയ പ്രവർത്തകരാ, ജോലിക്കാരാണ്, ഭർത്താവാണ്, ഭാര്യയാണ്, ഞാനെന്താ ചെയ്യുക, മാപ്പിളയല്ലേ, ഞാനെന്താ ചെയ്യുക, ഭാര്യയല്ലേ, ഞാൻ എന്താ ചെയ്യുക, മക്കളല്ലേ, ഞാൻ ഒരാളെ കീഴിലല്ലേ, ഞാൻ ഒരാളെ മുകളിലല്ലേ, ഒന്നും പറയണ്ട. നമ്മൾ അള്ളാഹുവിൻ്റെ ഭൂമിയിലാണ്, നമ്മൾ അള്ളാഹുവിൻ്റെ ഭൂമിയിലാണ്, നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായികളാണ്. നമ്മളെ യജമാനൻ അള്ളാഹുവാണ്, നമ്മുടെ മോഡൽ റസൂലാണ്. നമ്മുടെ മദ്ഹബേദാ, നമ്മുടെ മദ്ഹബേദാ ഷാഫി ഇമാമിന്റെ മദ്ഹബ് റസൂലിന്റെ സുന്നത്താണ്.
ഹനഫി ഇമാമിന്റെ മദ്ഹബ് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. മാലിക്കി ഇമാമിന്റെ മദ്ഹബ് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. അഹ്മദ് ബിൻ ഹംബലിന്റെ സുന്നത്ത് മദ്ഹബ് റസൂലിന്റെ സുന്നത്താണ്. കുറേ മദ്ഹബുകളുണ്ട്. അവരെല്ലാവരും പറഞ്ഞത് നിങ്ങൾ റസൂലിനെ അനുസരിക്കണം എന്നാണ്. ഹദീസ് സഹീഹായി കണ്ടാൽ അതാണ് എൻ്റെ മദ്ഹബ്. അതുകൊണ്ട് നമ്മൾ റസൂലിന്റെ മദ്ഹബുകാരാണ്. ആർക്കും പണക്കല്ല, ആർക്കും പണക്കല്ല, ആർക്കും എതിർപ്പില്ല. കാരണം സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുന്നു. അപ്പൊ തല മുഴുവൻ തടവുന്നു, അപ്പൊ കൈനഞ്ഞത്ത് കെട്ടുന്നു, അപ്പൊ ഔദും ബിസ്മില്ലാഹ് ഓതുന്നു. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് കൂട്ടു പ്രാർത്ഥനയാണ്, കൂട്ടു ആമീനല്ല. കൂട്ടു ആമീൻ എന്താ? ഒരാൾ പ്രാർത്ഥിക്കുക, ബാക്കിയുള്ളവരൊക്കെ ആമീൻ പറയാം. അതല്ല, എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഓരോന്നാണ്. നമ്മുടെ പ്രിയപ്പെട്ട സിനാൻ മരിച്ചു. അല്ലാഹുവേ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അദ്ദേഹത്തിൻ്റെ കൂട്ടുകുടുംബാദികൾക്ക് എന്താ പ്രാർത്ഥിക്കാനുള്ളത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുന്നു, വിഷയങ്ങൾ ഉണ്ടാകുന്നു, സന്തോഷങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴൊക്കെ നമുക്ക് ഓരോന്ന് പ്രാർത്ഥിക്കാനുണ്ടാവും. ആ പൊന്നായ സമയത്ത് നമുക്ക് വേറെ വേറെ പ്രാർത്ഥിക്കാനുണ്ടാവും. അതുകൊണ്ട് റസൂൽ അങ്ങ് മാറിയുന്നു നിസ്കാരം കഴിഞ്ഞപ്പോൾ. അല്ലാഹുമ്മ അൻതസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത്, അത് കഴിഞ്ഞിട്ട് മാറിയുന്നു. ബാക്കി എല്ലാവർക്കും ഫ്രീഡം കൊടുത്തു, സന്തോഷമായി, എല്ലാവരും പ്രാർത്ഥിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് സക്കാത്ത്, പണമുണ്ടോ, കൃഷിയുണ്ടോ, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ആരാധനകൾ, ഇതെല്ലാം ഈ രീതിയിലെല്ലാം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുമ്പോൾ ആരെയാണ് അനുസരിക്കുന്നത്? അള്ളാഹിനെയാണ്. 2 റസൂലിനെയാണ്. 3 സഹാബത്തിനെയാണ്. 4 തലമുറകളായി ഈ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത ആളുകളെയാണ്. 5 നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ഉസ്താദുമാരെ, നമുക്കോരോന്നും പറഞ്ഞു തന്ന ഖതീബുമാരെ, ഖാദിമാരെ, മൊല്ലാക്കമാരെ, മുക്രിമാരെ, അവരെയൊക്കെയാണ് നമ്മൾ അനുസരിക്കുന്നത്. അല്ലേ? ആരെയും നമ്മൾ ധിക്കരിക്കുന്നില്ല. നമ്മൾ ധിക്കരിക്കുന്നത് പിശാചിനെയാണ്. പിശാചെ നീ പറഞ്ഞത് ഞങ്ങൾ സ്വീകരിക്കില്ല. ഓരോ കാര്യങ്ങൾ ആലോചിക്കുക. പിശാച് പറഞ്ഞതാണോ അള്ളാഹ് പറഞ്ഞതാണോ? റസൂലിനെ അനുസരിക്കുക, നിരുപാധികം അനുസരിക്കുക, ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. ഇതാണ് നമ്മുടെ കടമ, ഇതാണ് നമ്മുടെ ധർമ്മം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമുക്ക് ഇനി എന്താ ചെയ്യാനുള്ളത്? അനുസരണത്തിന്റെ കാര്യം പറഞ്ഞു. ഏറ്റവും വലിയ അനുസരണം തൗഹീദിലാണ്. കാരണം നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പോകാനുള്ള ആ ഇടവഴിയാണെന്ത്? നബിചര്യ, തൗഹീദും. അല്ലേ? തൗഹീദ് ഉണ്ടായ അങ്ങട്ട്, തൗഹീദ് ഇല്ലെങ്കിലോ അങ്ങട്ട്. തൗഹീദ് ഉണ്ടായ സ്വർഗത്തേക്ക്, തൗഹീദ് ഇല്ലെങ്കിൽ നരകത്തേക്ക്. അപ്പൊ അല്ലാഹുവേ കാക്കണേ, ഇബ്രാഹിം നബിയെ സഹായിക്കണേ, ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ, ഈസാ നബിയെ കുട്ടിയെ തരണേ, മറിയം ബീവിയെ അസുഖം മാറ്റണേ എന്നിങ്ങനെ ഇസ്തിഗാസ ചെയ്ത മനുഷ്യന്മാർ നിറഞ്ഞ ഒരു നാട്ടിലാണ് റസൂൽ വന്നത്. സലഫി പള്ളിയില്ല, തൗഹീദിന്റെ കൂട്ടമില്ല, തൗഹീദിന്റെ സംഘമില്ല, സമ്മേളനമില്ല, ഒന്നുമില്ല. അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യാം, അള്ളാഹുവിലേക്ക് മടങ്ങാം, അള്ളാഹുവിലേക്ക് വരിക, അള്ളാഹുവിനെ വിളിക്കുക, അള്ളാഹിനോട് ദ്വാരക്കുക. പിന്നെ അവരെ നാവുന്ന് റബ്ബി എന്നല്ലാതെ, റബ്ബന എന്നല്ലാതെ, അള്ളാഹുമ്മ എന്നല്ലാതെ ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ഈസാ നബിയെ എന്നില്ല. അപ്പൊ നമ്മളും ആ മാർഗത്തിലാകുക. 2 ഇബാദത്തുകൾ, ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ, അതെല്ലാം നബിചര്യ അനുസരിച്ചാകുക, നബിന്റെ മദ്ഹബ് അനുസരിച്ചാകുക. 3 നബിക്ക് വേണ്ടിയുള്ള സ്വലാത്ത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, സ്വലാത്ത് വർദ്ധിപ്പിക്കുക എല്ലാ ദിവസവും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു നബിക്ക് സ്വലാത്ത് ചെയ്യുന്നു, മലക്കുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ദുആ ഇറക്കുന്നു. നിങ്ങളും സ്വലാത്തും സലാമും ചെയ്യണേ. സലാം അസ്സലാമു അലൈക്കും, സലാം അസ്സലാമു അലൈക്കും. സഹാബത്ത് എന്ന് നബിനോട് പറഞ്ഞു, സലാം ഞങ്ങൾക്ക് മനസ്സിലായി, സ്വലാത്ത് എങ്ങനെയാ അതറിയില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഖുലൂ, നിങ്ങൾ ഇങ്ങനെ പറയണം. ഏത്? അത്തഹിയ്യാത്തിലെ സ്വലാത്ത്. ഇതാണ് നമ്മുടെ സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് അതല്ല, യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം അല്ല, മൗലായ സല്ലി വസ്വ അതല്ല, തൻഹല്ലു ബിഹിൽ ഉഖദു എന്ന നാരിയ സ്വലാത്തല്ല, അക്ബരിയ സ്വലാത്തല്ല, കമാലിയ സ്വലാത്തല്ല, താജിദ് സ്വലാത്തല്ല. പിന്നെയോ ഇബ്രാഹിമി സ്വലാത്ത്. കണക്ഷൻ നോക്കണം.
ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമുമായിട്ടുള്ള കണക്ഷനാണ്. അതെന്താ? അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം കമാ ബാറക്ത അലാ ഇബ്രാഹിം. അപ്പൊ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. ഓ, നീ ഒന്ന് എന്നെ പഠിപ്പിക്കണ്ട, ഞാനൊക്കെ പണ്ടേ അങ്ങനെയാണ് എന്നൊക്കെ നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാർ പറയുന്നുണ്ടാവും. എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെയല്ല കേട്ടോ. റസൂലുള്ള നമ്മളോട് പറയാ, സല്ലു അലയ്യ, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഏത്? ആര്? അള്ളാഹുവിന്റെ പ്രിയങ്കരനായ പടപ്പ് റസൂല് പറയാണ് നമ്മളോട്, നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണേ. അതാണ് സ്വലാത്ത്. എന്നിട്ടൊരു ഓഫർ അള്ളാഹു നൽകിയിട്ടുണ്ട് നമുക്ക്. മൻ സല്ല അലയ്യ സ്വലാത്തൻ വാഹിദ, റസൂലുള്ളാഹി പറയാണ്, എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചെയ്താൽ സ്വല്ലല്ലാഹു അലൈഹി അശ്റ, 10 സ്വലാത്ത്. നിങ്ങൾ കേട്ട കാര്യമാണ്. 1ന് 10. അതുകൊണ്ട് എപ്പോഴും സ്വലാത്ത്, നടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ സ്വലാത്ത്, ദ്വാരക്ക്, ദിക്റ്, ദുആ, ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അടുക്കളപ്പണിയാകുമ്പോഴും കടപ്പറയിലാകുമ്പോഴും പാടത്തോ പറമ്പിലോ ആകുമ്പോഴും വണ്ടിയോടിക്കുമ്പോഴും ഒക്കെ ദിക്റുകളുടെയും ദുആകളുടെയും കൂട്ടത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അതാണ് റസൂലിനോടുള്ള 3ാമത്തെ കടമ. 4ാമത്തെ കടമ, റസൂലിനെതിരായി ചില ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. റസൂല് സ്ത്രീലമ്പടനാണ്, റസൂല് കാടനാണ്, ക്രൂരനാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. കേട്ടിട്ട് നമ്മളാരും ചൂടാകണ്ട. നമ്മളാരാ? ദേഷ്യം പിടിക്കരുതെന്ന് പറഞ്ഞ റസൂലുള്ളാന്റെ ആളാണ്. കോപം അടക്കി വെക്കുന്നവരാണ് എന്ന് പറയുന്ന അള്ളാന്റെ ആളാണ്. അതുകൊണ്ട് ദേഷ്യം പിടിക്കരുത്. മറുപടി പറയാം, റസൂലുങ്ങളെ പറഞ്ഞ പോലെയല്ല, ചരിത്രം വായിക്കും എന്ന് പറഞ്ഞിട്ട് നബിചരിത്രം പുസ്തകം കൊടുക്കുക, മൊബൈലുണ്ട് നബിചരിത്രം കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ മനസ്സിലായിക്കോളും. അങ്ങനെ നമ്മൾ നബിക്കെതിരായുള്ള കുപ്രചാരണങ്ങൾക്ക് മറുപടി പറയുക. എന്നിട്ട് വല്ലദീന അസ്സറൂഹു വനസറൂഹു, നബിയെ ശക്തിപ്പെടുത്തുക, സഹായിക്കുക. നബി വഫാത്തായി പോയി, ഖബറിനടിയിലാണ്, അല്ലേ? പക്ഷെ നമുക്ക് നബിചര്യയാണ് ഇവിടെ വിഷയം. അതുകൊണ്ട് നമ്മളെ കണ്ടാൽ തോന്നണം, ഇത് നബിയുടെ ആളാണ്, ഇത് നബിയുടെ ആളാണ്. മുടി മുതൽ അടിവരെ, മുടി മുതൽ അടിവരെ മുടി ബഹുമാനിക്കണം. അത് അപ്പാച്ചിക്കട്ടാകരുത് സുഹൃത്തുക്കളെ. കുറച്ച് നിർത്തിയിട്ട് കുറച്ച് വിട്ട് അതാകരുത് കേട്ടോ. അത് കസ പാടില്ല. മീശ കപ്പടാ മീശ വെക്കരുത്, മീശ വെട്ടിച്ചെറുതാക്കണം. തടി നീട്ടി വളർത്തണം, തടി വടിക്കരുത്. നബിചര്യക്കെതിരാണ്. വെള്ളവസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക, സുന്നത്താണ്. ഇൽബസൂ സിയാബക്കുമുൽ ബീൽ, വെള്ളവസ്ത്രം ധരിക്കുവിൻ, ഫൈനഹാ അത്ഹറു വഅത്യബ്, അതാണ് നല്ലത്. ഞെരിയാണിക്ക് താഴെ പുരുഷന്മാരുടെ വസ്ത്രം. ഇന്നും 2-3 ആൾക്കാരെ തുണി ഞെരിയാണിക്ക് താഴെ കണ്ടു. 1-2 ആൾക്കാർ. ഒന്ന് ശരിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞെരിയാണിക്ക് മേലെയാകുന്ന വിധത്തിൽ, ഞെരിയാണിക്ക് താഴെ പോകാത്ത വിധത്തിൽ ബെൽറ്റോ കയറോ കൊണ്ട് മുറുക്കി കെട്ടണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പിൻപറ്റുകയും അതനുസരിച്ച് നമ്മൾ നബിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. നമ്മളെ കണ്ടാൽ നബിൻ്റെ ആളാണ്. നമ്മുടെ കല്യാണം കണ്ടാൽ അവിടെ ആണും പെണ്ണും ഇടകലരുന്നില്ല, അവിടെ ആർഭാടമില്ല, അഹങ്കാരമില്ല, പൊങ്ങച്ചമില്ല, പാട്ടും കൂത്തൊന്നുമില്ല. ലളിതസുന്ദരമായ കല്യാണമാണ്. നമ്മുടെ കടയിൽ വന്ന് വസ്തു വാങ്ങുമ്പോൾ അളവിലും തൂക്കത്തിലും കള്ളത്തരമില്ല, അമിതമായ വില വാങ്ങുന്നില്ല. നമ്മുടെ ഓട്ടോയിൽ കയറിയാലും ജീപ്പിൽ കയറിയാലും നമ്മൾ കള്ളമായി ഒന്നും പറയുന്നില്ല, കള്ളമായി ചെയ്യുന്നില്ല. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ റോഡ് ബ്ലോക്ക് ആകൂല, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഗീബത്തും നമീമത്തുമില്ല, നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിൽ ചതിയില്ല, നമ്മുടെ കുടുംബജീവിതം മധുരമനോഹരമാണ്. ഭാര്യയെ പ്രേമിക്കുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഭർത്താവ് പറഞ്ഞ എല്ലാ കൽപ്പനകളും, ഹറാമല്ലാത്ത എല്ലാ കൽപ്പനകളും പാലിക്കുന്നു. മാതാപിതാക്കളെ നന്നായി ബഹുമാനിക്കുന്നു. അവർക്കൊരു കേടുപാടും സംഭവിക്കാതെ അവരുടെ അഭിലാഷങ്ങളെല്ലാം, അവരുടെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം, അവരുടെ ദാഹമോഹങ്ങളെല്ലാം തീർത്തു കൊടുക്കുന്ന വിധത്തിൽ നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു. അങ്ങനെ എവിടെ നോക്കിയാലും നമ്മൾ റസൂലിന്റെ ആളാണ്. അല്ല എന്ന് വരരുത്. പലിശയുടെ ഇടപാടില്ല, വാങ്ങുന്നില്ല, കൊടുക്കുന്നില്ല, കണക്കെഴുതുന്നില്ല, സാക്ഷി നിൽക്കുന്നില്ല, കൈക്കൂലിയില്ല, സ്ത്രീധനമില്ല, ഒന്നുമില്ല.
അപ്പോൾ നമ്മളെവിടെയാണെങ്കിലും ശരി റസൂലിൻ്റെ ആളാണ്, റസൂലിൻ്റെ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മൾ നബിയുടെ ആളായി മാറുക. അഞ്ചാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ബിദ്അത്തുകളിൽ നിന്ന്, വിലക്കിയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പരമാവധി ശ്രമിക്കുക. ഇതാ നബിദിനാഘോഷം വരുന്നു. അത് നബിയോടുള്ള സ്നേഹമാണ്, അവർക്ക് ഒരു സംശയമില്ല. സ്നേഹിച്ചിട്ടാണ്, ബഹുമാനിച്ചിട്ടാണ്. പക്ഷേ ഈസാ നബിനെ സ്നേഹിച്ചിട്ടാണ് ക്രിസ്മസ് ആഘോഷിച്ചത്. തെറ്റോ ശരിയോ? ഈസാ നബി അലൈഹിസ്സലാമിനെ ബഹുമാനിച്ചിട്ടാണ് ഈസാ നബിയെ കാക്കണേ എന്ന് ഇസ്തിഗാസ ചെയ്തത്. മുഹമ്മദ് നബിയെ ബഹുമാനിച്ചിട്ടാണ് മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് പറയുന്നത്. ബദരീങ്ങളെ ബഹുമാനിച്ചിട്ടാണ് ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞത്. ഇബ്രാഹിം നബിയോട് ബഹുമാനിച്ചിട്ടാണ് അബൂജഹലും കൂട്ടരും ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് പറഞ്ഞത്. തെറ്റോ ശരിയോ? തെറ്റ്. റസൂലുള്ള വഫാത്തായി എന്ന് പറഞ്ഞാൽ ഓനെ ഞാൻ കൊല്ലുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. സ്നേഹമല്ലേ? ആണ്, സ്നേഹം കൂടിയതാണ്. പക്ഷെ തെറ്റോ ശരിയോ? തെറ്റാണ്. നബി വഫാത്തായിട്ടില്ലേ? ഉണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ലേ? ഉണ്ട്. പിന്നെന്താ കുഴപ്പം? അദ്ദേഹത്തിന് തോന്നി റസൂൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിക്കാനുള്ള ആളല്ല. പക്ഷേ തെറ്റല്ലേ? തെറ്റാണ്. അതുകൊണ്ട് നമ്മുടെ സ്നേഹം തെറ്റായ സ്നേഹമല്ല. നമുക്ക് നബിയോട് സ്നേഹമില്ല എന്നൊക്കെ ആൾക്കാർ പറയും. ചിലപ്പോൾ നമ്മളെ മേത്തുക്ക് നോക്കി അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള തെറ്റാണ്. നമ്മൾ അമലുകളും ഇബാദത്തുകളും എന്തായാലും ശരി നബിചര്യക്ക് അനുസരിച്ചാകണം. നമ്മുടെ പൊന്നു ചങ്ങാതിമാരോട് പറയണം, മക്കളെ പള്ളി അലങ്കരിക്കരുത്, ഇങ്ങനെ മൗലീദ് കഴിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതാൻ പറഞ്ഞു. മൗലീദ് 500 കൊല്ലത്തിന് മുമ്പ് അടുത്ത് കിട്ടുണ്ടായതാ. നമ്മുടെ കാക്കകാരന്മാരെ കാലത്തില്ല. നമ്മളെ കാരണന്മാരാരാ? നബിയാണ്, സഹാബത്താണ്, താബീകളാണ്, താബീകളാണ്. അതുകൊണ്ട് അവരുടെ മുമ്പിൽ നമുക്ക് ഇക്കാര്യം പറഞ്ഞു കൊടുക്കണം. നേരത്തെ തന്നെ പറയണം. അതിനുവേണ്ടി പൈസ പിരിപ്പിക്കുന്നു, കൊടുക്കരുത് എന്ന് പറയണം, വാങ്ങരുത് എന്ന് പറയണം. റോഡ് ബ്ലോക്കാക്കി പ്രകടനം നടത്തുന്നു, റോഡ് ബ്ലോക്കാക്കാതെ പ്രകടനം നടത്തുന്നു, തെറ്റാണെന്ന് പറയണം. ഇമാമത്തുല്ലദാനി തരീഖ് സദഖ, റോഡിലെ ബ്ലോക്ക് നീക്കം ചെയ്യലാണ് ധർമ്മം എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എങ്ങനെ റോഡ് ബ്ലോക്കാക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ റബീഉൽ അവ്വൽ 12 ചെയ്ത ഒരു കാര്യമുണ്ട്. അത് നമുക്ക് ചെയ്യണം. അന്ന് അവർ കരയുകയായിരുന്നു, അവർ ചിരിക്കുകയല്ല. ഇതാ നമ്മുടെ ചങ്ങാതിമാർ റബീഉൽ അവ്വൽ 12 ചിരിക്കാൻ പോകുന്നു. അത് നബിയോടുള്ള സ്നേഹമാണോ? അല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് സംബന്ധമായ സംശയങ്ങളൊക്കെ തീർക്കണം, എല്ലാം ചോദിച്ചു പഠിക്കണം എന്ന് നമ്മുടെ കയ്യിലുണ്ടാകണം. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണേ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത സ്വാധീനമുണ്ടാക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾ മരിക്കുന്നത്, പ്രിയങ്കരരായ നമ്മുടെ മക്കൾ മരിക്കുന്നത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഞാനൊക്കെ എന്നോ മരിച്ചു പോകേണ്ടതാണ്. എന്തിനാണ് അള്ളാഹു നമ്മളെ ബാക്കി വെച്ചത്? എന്തിനാണ് അള്ളാഹു നമുക്ക് ഇത്രയും കാലം ആയുസ് തന്നത്? തെറ്റുകൾ ചെയ്യാനാണോ, ശരികൾ ചെയ്യാനാണോ? എന്താണ് നമ്മുടെ മനസ്സിലുള്ളത്? അപ്പോൾ അള്ളാഹുവിന് നന്ദി പറയുകയും നമുക്ക് കിട്ടുന്ന ഈ ജീവിതത്തിലെ സുഖസന്തോഷ അനുഗ്രഹങ്ങൾക്ക് കാര്യമായി നന്ദി പറയുകയും എപ്പോഴും മരിക്കാൻ തയ്യാറാവുകയും വേണം. ഒന്നുമില്ല പച്ചക്കറിക്കിടയിൽ ഒരു പാമ്പ്, നമ്മൾക്ക് നേരെ വരാം. ഒരാക്സിഡന്റ്, ഒരറ്റാക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം, ശരീരത്തിലെ അവയവങ്ങൾക്ക് കേട് ഒക്കെ വരാം. ശരി, അസുഖം വന്നാൽ വേഗം ചികിത്സിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, തദാവു, നിങ്ങൾ മരുന്ന് ഉപയോഗിക്കണം. വലാ തദാവു ബിഹറാം, ഹറാമായ മരുന്ന് ഉപയോഗിക്കരുത്. അതുകൊണ്ട് അസുഖം പറ്റിയാൽ ചികിത്സിക്കാൻ മടിക്കരുത്, വൈകരുത്. ഈ ലോകത്തുള്ള എല്ലാ നല്ല മാർഗങ്ങളും, എല്ലാ ശാസ്ത്രീയ മാർഗങ്ങളും ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. അത് കടമയാണ്. ആ മരുന്ന് കഴിക്കൽ പുണ്യമാണ്, അത് ഇബാദത്താണ്. അതുകൊണ്ട് രോഗിയെ വേഗം ആശുപത്രിയിൽ എത്തിക്കൽ, ഇതാ നിറയെ ഡോക്ടർമാർ, അവിടത്തൊക്കെ എത്തിക്കൽ നമുക്ക് കടമയാണ്. ആ കടമ നമ്മൾ നിർവഹിക്കണം. നമുക്ക് അബദ്ധം പറ്റാതിരിക്കാൻ പരമാവധി ശ്രമിക്കാം.
ഒരു സഹാബിക്ക് സ്ഖലനമുണ്ടായി. അയാൾക്ക് വലിയ ഒരു അസുഖമുണ്ടായിരുന്നു. കൊടും തണുപ്പാണ്, വെള്ളം ഉപയോഗിച്ചാൽ മരിച്ചു പോകുമെന്ന് തോന്നി. അപ്പോ ആരോടോ ചോദിച്ചു, കുളിക്കാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആ സഹാബി മരിച്ചു പോയി. റസൂലുള്ളാഹിനോട് പിന്നെ വിവരം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി നബിയെ. വളരെ വേദനയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖതലു, അവരെല്ലാം കൂടി ഓനെ കൊന്നു. അഫലാ സഅലു, എന്ന് ചോദിച്ച് പഠിച്ചുകൂടായിരുന്നോ? വെള്ളം ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ തയമ്മും ചെയ്താൽ മതി. മണ്ണിൽ രണ്ട് കൈ കൊണ്ട് അടിച്ചിട്ട് ഒന്ന് കുടഞ്ഞിട്ട് മുഖം തടവുക, പിന്നെ കയ്യും തടവുക, കഴിഞ്ഞു എന്ന്. അതുകൊണ്ട് രക്ഷാമാർഗങ്ങൾ, ഇളവുകൾ, അതൊക്കെ ശരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കുക. അപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മുടെ തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഒരു ഭാഗത്ത്, അള്ളാന്റെ തീരുമാനം നടപ്പാകും. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ, സംഭവങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് അങ്ങനെയൊക്കെയായിരുന്നു, ഇങ്ങനെ ആക്കിയിരുന്നു, അങ്ങനെ ആക്കിയിരുന്നു, ഇങ്ങനെ ആക്കിയെന്ന് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് വിധിക്ക് കീഴടങ്ങുക. എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ അങ്ങനെയാകണം. ആശുപത്രി തെച്ചു വിളിക്കുക, മറ്റവനെ കുറ്റം പറയുക, ഓട്ടോറിക്ഷ തകർക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. അതൊന്നും നമുക്ക് വേണ്ട. സംഭവിച്ചതൊക്കെ സംഭവിക്കുന്നതാണ്, സംഭവിക്കേണ്ടതാണ്. സംഭവിക്കാത്തതൊന്നും സംഭവിക്കുന്നതല്ല, സംഭവിക്കേണ്ടതല്ല. കിട്ടിയതൊക്കെ കിട്ടുന്നതാണ്, കിട്ടേണ്ടതാണ്. കിട്ടാത്തതൊന്നും കിട്ടുന്നതല്ല, കിട്ടേണ്ടതല്ല. അതുകൊണ്ട് ശാന്തമായി നമ്മൾ അള്ളാഹുവിൻ്റെ ഖളാഇനെ സ്വീകരിക്കുക. ഇതാണ് ജീവിതത്തിൽ ആവശ്യമായത്. അപ്പോൾ നമ്മുടെ ചങ്ങാതിമാരോടൊക്കെ നബിദിനാഘോഷത്തിൻ്റെ ശരിയായ വശങ്ങൾ പറഞ്ഞു കൊടുക്കുക. മരിച്ചുപോയ നമ്മുടെ കുട്ടിക്ക് അള്ളാഹു എല്ലാവിധത്തിലും ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു ആശ്വാസം അരുളുമാറാകട്ടെ. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഭാവി ജീവിതം കൂടുതൽ അള്ളാഹുവിങ്കിലേക്ക് അടുക്കുന്നതാക്കാൻ അള്ളാഹുവെ അവർക്കും ഞങ്ങൾക്കും എല്ലാവിധത്തിലും അവസരം നൽകുമാറാകണേ. ശിർക്കിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെ രക്ഷിക്കണേ. സുന്നത്തിലേക്ക്, തൗഹീദിലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കണേ.